അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരു യാത്ര പോകാം. ഒരു മനോഹരമായ പ്രദേശം നിങ്ങളിൽ പലരും ചിലപ്പോൾ കണ്ടിരിക്കാം, പക്ഷേ കാണാത്ത കാഴ്ചകൾ, എപ്പോഴും കാഴ്ചകൾ ഇങ്ങനെ മിന്നിമറിയുന്ന ഒരു പ്രദേശം. കേരള തമിഴ്നാട് ബോർഡറിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എല്ലാവരും എനിക്കൊപ്പം തന്നെ ഉണ്ടാകണം. ഈ യാത്രയിൽ ഓരോ വീടുകളും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കാണാൻ കഴിയാത്ത ചില കാഴ്ചകളായിരിക്കാം, നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിരിക്കാം, നിങ്ങൾ അറിയേണ്ട കാഴ്ചകളായിരിക്കാം. അത്തരം കാഴ്ചകളുടെ ഒരു സംഗമ ഭൂമിയിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ വട്ടവടയിൽ നിന്നും ഒരു 10-15 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് കയറി പഴത്തോട്ടം എന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം നമുക്കറിയാം, വളരെ ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് എന്തിനാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘർഷം എന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പ്രദേശമാണ് മൂന്നാർ, വട്ടവട, ശാന്തൻപാറ, ചിന്നക്കനാൽ, മറയൂർ തുടങ്ങിയ പ്രദേശങ്ങൾ. വലിയ തോതിൽ വന്യജീവി ആക്രമണങ്ങളുണ്ടെന്നു. ആനകളും കടുവകളും പുലിയും കാട്ടുപോത്തുമെല്ലാം മനുഷ്യരെ ഉപദ്രവിക്കുന്നു, മനുഷ്യരുടെ ജീവനെടുക്കുന്നു, കൃഷിദേഹങ്ങൾ നശിപ്പിക്കുന്നു. അങ്ങനെ എപ്പോഴും ഈ ഇത്തരത്തിലുള്ള വാർത്തകളുള്ള ഒരു പ്രദേശത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിൻ്റെ കാരണം തേടുകയാണ്. എനിക്കൊപ്പം ഇടുക്കിയിലെ തന്നെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ വനം വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ ചില കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനാണ്. എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം, എങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാം എന്നതുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകൾ. പ്രകൃതിയെ ദോഷം വരുത്തിയാൽ എന്തൊക്കെ നമുക്ക് സംഭവിക്കും എന്ന കാര്യമൊക്കെ ഈ കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പോന്നോളൂ, നല്ല കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ആവോളം ആസ്വദിക്കാം. നിങ്ങളിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന പ്രദേശം സ്വിറ്റ്സർലൻഡിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതോ രാജ്യത്തോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡൊന്നുമല്ല, ഇത് വട്ടവടയിലെ പഴത്തോട്ടമാണ്. പഴത്തോട്ടം എന്ന ഗ്രാമം പിന്നിട്ട് നാം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് വനം വകുപ്പിൻ്റെ ഒരു പ്രത്യേക പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്താണ്. പഴത്തോട്ടം ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് കടന്നു വന്നാൽ ഈ പ്രദേശം നമുക്ക് കാണാം. ഇവിടെ പണ്ട് സ്വാഭാവിക വനങ്ങളുണ്ടായിരുന്നു. ആ വനപ്രദേശമെല്ലാം പിന്നീട് വാറ്റിൽ കൃഷിയിടമായി മാറി, യൂക്കാലി നട്ടുവളർത്തിയ പ്രദേശമായി. അങ്ങനെ ജൈവ വ്യവസ്ഥ താറുമാറായ പ്രദേശത്ത് ജൈവ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ വനം വകുപ്പ് നടപ്പാക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ ഇന്ത്യ മിഷൻ പദ്ധതി പ്രകാരം വനം വകുപ്പിൻ്റെ ഒരു പദ്ധതി പ്രദേശത്താണ്. ഇത് ആനമുടി നാഷണൽ പാർക്കിലെ പഴത്തോട്ടം എന്ന പ്രദേശത്തെ ഒരു പ്രത്യേക മനോഹരമായി ഇവർ വനം വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പദ്ധതി പ്രദേശമാണ്. ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ 1980 മുതൽ 86 മുതൽ നടന്നു വന്നിരുന്ന സാമൂഹ്യ വനവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ യൂക്കാലി മരങ്ങളും അതുപോലെ വാറ്റിൽ, അക്കീഷ്യ തുടങ്ങിയ മരങ്ങൾ ഇവിടെ വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏകദേശം 60,000 ഹെക്ടറോളം പ്രദേശം ഈ തൊട്ടടുത്ത പ്രദേശത്തെ എല്ലാ നാഷണൽ പാർക്കുകളിലുമായി അങ്ങനെ കൃഷി ചെയ്തിരുന്നു. പിന്നീട് ഇത് ഘട്ടം ഘട്ടമായിട്ട് നാഷണൽ പാർക്കുകളായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ നാഷണൽ പാർക്കുകളായി പ്രഖ്യാപിച്ച ആനമുടി നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ്. ഇതിന് ഈ വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ വട്ടവട ഗ്രാമപഞ്ചായത്തിന് പെട്ട ഒരു പ്രദേശമാണിത്. പഴത്തോട്ടം എന്നാണ്. ഇങ്ങോട്ട് കടന്ന് വരണമെങ്കിൽ പ്രത്യേകം വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണം. ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന വാറ്റിൽ മരങ്ങളാണ്. വാറ്റിൽ മരങ്ങൾ നമുക്കറിയാം, പ്രകൃതിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിരിക്കുന്ന വാറ്റിൽ മരങ്ങൾ. ആ വാറ്റിൽ മരങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവിടെ കൃഷി ചെയ്തിരുന്നു.
അങ്ങനെ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതുകൂടി ഈ പ്രദേശത്തിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി സന്തുലിതാവസ്ഥ മുഴുവനും താറുമാറാകുകയും വലിയ തോതിലുള്ള ജലക്ഷാമം, ഇതിന് തൊട്ട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ യൂക്കാലി, ഗ്രാൻഡീസ് മരങ്ങളെല്ലാം കൃഷി ചെയ്യുന്നു. ഈ വട്ടവട ഗ്രാമം എന്ന് പറയുന്നത് 2 വില്ലേജിൽപ്പെട്ട കൊട്ടാക്കമ്പൂരും വട്ടവടയും. അങ്ങനെ ആ 2 പ്രദേശങ്ങളിൽപ്പെട്ട ഈ സ്ഥലത്ത് ജലക്ഷാമം വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അവിടുത്തെ കൃഷി അപ്പാടെ നശിച്ചു. അത് ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണായിരുന്നു. ആ മണ്ണിൽ ഇത്തരം അധിനിവേശ സസ്യങ്ങൾ കൃഷി ചെയ്തുകൂടി കൃഷിക്ക് വലിയ ദൂഷ്യമുണ്ടായി. അതായത് ഇവിടെ വെള്ളമില്ലാതായി. ഇവിടെ ശീതകാല പച്ചക്കറി എന്ന് പറയുന്നത് വട്ടവട കാന്തല്ലൂർ മേഖലയിലെ ശീതകാല പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിരുന്നു. അങ്ങനെ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ പച്ചക്കറി വിളയിച്ചെടുക്കുന്ന പച്ചക്കറി കൃഷിയായിരുന്നു ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ആളുകളുടെ ഉപജീവന മാർഗം. എന്നാൽ അത് പിന്നീട് ഈ ഗ്രാൻഡിസ് കൃഷിയുടെയും അതുപോലെ തന്നെ വാറ്റിൽ മരങ്ങളുടെ കൃഷിയോടുകൂടി ഈ ഭാഗത്തെ ജലക്ഷാമം വളരെ രൂക്ഷമായി. നീരുറവുകളെല്ലാം വറ്റിവരണ്ടു. അങ്ങനെ വറ്റിവരണ്ട് കൃഷി വലിയ പ്രശ്നമായി വന്നതുകൂടി ആളുകൾ വലിയ സമരങ്ങളായി. വേനൽക്കാലമാകുമ്പോൾ ഈ യൂക്കാലി മരങ്ങൾക്കെല്ലാം തീയിടുന്ന ഒരവസ്ഥ വന്നു. ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇത്തരം അധിനിവേശ സസ്യങ്ങൾ UNDP ഫണ്ടൊക്കെ വാങ്ങി ഇവിടെ വനം വകുപ്പ് സാമൂഹികവൽക്കരണത്തിൻ്റെ ഭാഗമായി വെച്ചു പിടിക്കുമ്പോൾ അന്ന് ചിന്തിച്ചിരുന്നില്ല ഇത്രയും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതാ 2019 ഒരു തിരിച്ചറിവ് വനം വകുപ്പിനുണ്ടായിരുന്നു. അത് വൈകി വന്ന വിവേകമെന്നോ അല്ലെങ്കിൽ വൈകി വന്ന ബുദ്ധിയെന്നോ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അങ്ങനെ ആ വൈകി വന്ന വിവേകത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ ഒരു മാതൃകാപരമായ ഒരു 50 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ 50 ഹെക്ടർ സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വാറ്റിൽ മരങ്ങൾ പിഴുതുമാറ്റി എന്ന് പറയുന്നു, അത് കത്തിച്ചു കളഞ്ഞു. എന്തായാലും അത് 50 ഹെക്ടർ സ്ഥലത്ത് ഇപ്പോൾ വാറ്റിൽ മരങ്ങളില്ല. ഈ വാറ്റിൽ മരങ്ങളിൽ നിന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായ പുൽമേടുകൾ വളർന്നു. ആ പുൽമേടുകൾ വളർന്ന് അങ്ങനെ ആ പുൽമേടുകളായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 2-3 ഹട്ടുകൾ എന്നിട്ട് മനോഹരമായ ഒരു പ്രദേശം തന്നെ ഇവിടെ രൂപപ്പെട്ടിരുന്ന ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രകൃതിയുടെ ഒരു പുനഃസൃഷ്ടി നടന്ന ഒരു പ്രദേശമാണ് പഴത്തോട്ടം എന്ന് പറയുന്നത്. ഇവിടെ എന്തായാലും നമുക്ക് ആ പ്രദേശത്തെ കൂടുതൽ കടന്നു ചെന്ന് നമുക്ക് ആ പ്രദേശത്ത് കൂടുതൽ പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് പഴത്തോട്ടം. താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് ഗിരീഷ്. ഗിരീഷ് എന്താ ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത, ഈ ലാൻഡ്സ്കേപ്പിന് എന്താണ് പ്രത്യേകത? ഇത് പണ്ട് ഒരു പ്ലാന്റേഷൻ ആയിരുന്ന സ്ഥലമാണ്. അത് വനം വകുപ്പിൻ്റെ ഒരു എഫേർട്ട് മൂലം ഒരു നാച്ചുറൽ ഗ്രാസ് ലാൻഡ് ആയിട്ട് നമുക്ക് മാറ്റിയെടുത്ത ഒരു പ്രദേശമാണ്. ഇങ്ങനെ ഇപ്പോൾ ഗ്രാസ് ലാൻഡ് ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ചരിത്രമുണ്ടല്ലോ, അതെങ്ങനെ? അത് സംഭവിച്ചത് ഈ വാറ്റിൽ പ്ലാന്റേഷൻ ആക്ച്വലി നമുക്ക് യാതൊരു ഉപയോഗമില്ലാത്ത വനം വകുപ്പ് ഇപ്പം എക്സ്ട്രാക്ഷൻ ഒന്നും നടത്താത്ത വേറൊരു സസ്യങ്ങൾ വളരെ സമ്മതിക്കാത്ത ഒരു സാധനമാണിത്. അപ്പം അവിടെ പണ്ടൊരു 2019 തീപിടുത്തമുണ്ടായി. നശിച്ചു അവിടെ കുറേ സാധനങ്ങൾ കത്തിപ്പോയി. വാറ്റിൽ പ്ലാന്റേഷനാണ് കത്തിപ്പോയത്. വാറ്റിലെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ഇതിൻ്റെ സീഡ്ലിങ്സ് വീണ്ടും ഭയങ്കരമായിട്ട് തീ വന്നു കഴിഞ്ഞാൽ തളർത്ത് വരും. അതായത് നമ്മൾ 10x10 പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ 2000-ലധികം തൈകൾ കാണും വാറ്റിലിൻ്റെ. അത് വന്നപ്പോൾ അത് വീണ്ടും ഈ ഒരു പ്രദേശത്തെ അങ്ങ് നശിപ്പിക്കുമെന്ന് തോന്നിയപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഭാഗത്ത് നാച്ചുറൽ ഗ്രാസ്, ഇവിടെ കാണുന്ന സാധാരണ തദ്ദേശീയമായിട്ടുള്ള പുല്ല് നമ്മൾ ഇവിടുത്തെ സാധാരണ ജനക്കാരെ ഉപയോഗിച്ചിട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ ഒരു വലിയ ഗ്രാസ് ലാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഈ ഗ്രാസ് ലാൻഡ് വന്നതിന് ശേഷം ഇപ്പം നമ്മൾ ആദ്യം വാറ്റിലായിരുന്നു. വാറ്റിലിന് ശേഷം അത് ഏത് വർഷമാണ് ഗ്രാസ് ലാൻഡിലേക്ക് ചേഞ്ച് വരുന്നത്? ആ ചേഞ്ച് ഭൂമിയിൽ ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജൈവ
വൈവിധ്യത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ ജൈവ വൈവിധ്യത്തിൽ എന്ത് ചേഞ്ചാണ് ഇവിടെ ഉണ്ടായത്? അതായത് നമുക്കിവിടെ പ്രകടമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വലിയ ആനിമൽസ് എടുത്തു കഴിഞ്ഞാൽ കാട്ടുപോത്ത്, മ്ലാവ് എന്നുള്ളതെല്ലാം ഇവിടെ വരാൻ തുടങ്ങി. ഇവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് അത് വരികയും ഈ പുൽമേടുകൾ അവ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അവയെ തിന്നുന്ന മറ്റ് കടുവ പോലുള്ള സാധനങ്ങളും എത്തുകയും അവയെ ഭക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ ഇവിടെ സാധാരണ കാണപ്പെടുന്ന ചെറിയ ലിസാർഡ്സ്, അതുപോലെ തന്നെ ഓന്ത് ടൈപ്പുള്ള സാധനങ്ങൾ, മൂങ്ങകൾ, അങ്ങനത്തെ ഉള്ള എല്ലാം ഇവിടെ തിരികെ വരാനായിട്ട് തുടങ്ങി. പിന്നീട് ഒരു സ്ട്രീം ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ പുൽമേടായതിനു ശേഷം ഇവിടുന്ന് ഉത്ഭവിക്കുന്ന ഒരു സ്ട്രീം പണ്ടുണ്ടായിരുന്നിരിക്കാം, വാറ്റിൽ പ്ലാന്റേഷൻ ആയപ്പോൾ നശിച്ചു പോയതായിരിക്കും, അത് വീണ്ടും തിരികെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ വാറ്റിൽ എന്ന് പറയുന്ന ഈ ചെടി അത് ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്ന് തിരിച്ചറിയ എപ്പോഴും ഉണ്ടാകുന്നത്? അത് വനംവകുപ്പ് തന്നെയാണല്ലോ ഇവിടെ കൃഷി ഇറക്കുന്നത്. വനംവകുപ്പ് തന്നെയാണ് 71-ൽ പ്ലാന്റ് ചെയ്ത പ്ലാന്റേഷൻ ആയിരുന്നു. അന്ന് ഇത് ആവശ്യമുണ്ടായിരുന്നു. അത് ഇൻഡസ്ട്രീസിനൊക്കെ റോ മെറ്റീരിയൽ സപ്ലൈക്ക് വേണ്ടിയിട്ടൂടെ ഉണ്ടാക്കിയ പ്ലാന്റേഷൻ ആയിരുന്നു. പിന്നീട് അത്ര റോ മെറ്റീരിയൽസ് ആവശ്യമില്ല വന്നു. ഒപ്പം നമ്മുടെ പോളിസി എന്ന് പറയുന്നത് 2020 ശേഷം എക്കോ റീസ്റ്റോറേഷൻ എന്നുള്ളതായി, സ്വാഭാവിക വനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായി. അങ്ങനെയാണ് ഈ ഒരു ഏരിയ നമുക്ക്, അതും ആ തീയുടെ വന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്തു. എന്തായാലും ഈ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു മുദ്രാവാക്യമാണ് 2020 ശേഷം അല്ലേ? 2019 തുടങ്ങി. 2019 ശേഷം വനംവകുപ്പിൻ്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് 1980-ൽ ഈ സാമൂഹിക വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് യൂക്കാലിസം, അതുപോലെ വാറ്റിൽ തുടങ്ങിയ അധിനിവേശ സസ്യങ്ങൾ വനമേഖലയിൽ കൃഷി ഇറക്കുന്നു. അന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ഈ മൊട്ടക്കുന്നുകളായിരുന്നു. അപ്പോൾ മൊട്ടക്കുന്നുകളിൽ ഗ്രാസ് ലാൻഡുകൾ, യൂക്കാലികൾ വളർന്നുകൂടി അത് പ്രകൃതിക്ക് തന്നെ വലിയൊരു വിഷയമുണ്ടായി, ജലക്ഷാമം ഉണ്ടായി. അങ്ങനെ ഈ 2019 ആ ഒരു തിരിച്ചറിവ് വനംവകുപ്പിന് തന്നെ ഉണ്ടാകുന്നു. വനംവകുപ്പ് അത്തരത്തിലൊരു വീണ്ടും ആ പുൽമേടുകളായും സ്വാഭാവിക വനങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ 50 ഹെക്ടറോളം സ്ഥലം ഇപ്പോൾ ഒരു മാതൃകാപരമായ ഒരു ഏതൊരു മനുഷ്യനും കാണിക്കത്തക്ക രീതിയിലേക്ക് ഒരു സ്വാഭാവിക വനത്തിൻ്റെ, ഒരു സ്വാഭാവിക ഗ്രാസ് ലാൻഡിൻ്റെ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ അങ്ങനെ അത്തരത്തിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നീക്കിയതിന് ശേഷം കുറേയൊക്കെ തീയിട്ട് നശിപ്പിച്ചു. അതിനുശേഷം ഈ വാറ്റിൽ മരങ്ങൾ എല്ലാം പോയതിനു ശേഷം അവിടെ നാച്ചുറലായിട്ട് ഇവിടുത്തെ സ്വാഭാവിക പുല്ല് വളർന്നൊരു പ്രദേശമാണ്. ഏകദേശം ഇതിപ്പോൾ ഒരു 50 ഹെക്ടറോളം സ്ഥലമാണ്. ഇവിടെ ഈ വന വികസന സമിതിയുടെ അല്ലെങ്കിൽ അവരുടെ ഈ അതുമായി ബന്ധപ്പെട്ടൊരു സൊസൈറ്റിയാണ് ഇവിടെ ഈ പുല്ലുമായി ബന്ധപ്പെട്ടുള്ള ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മാതൃകാപരമായിട്ട് ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അത് മാത്രമല്ല, ഇവിടെ ഇത് ഗ്രീൻ ഇന്ത്യ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് UNDPയുടെ തന്നെ സഹായത്തോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിപ്പോൾ ഇവിടെ ഈ വിനോദസഞ്ചാരികൾക്കായിട്ട് ഇവിടെ ഒരു ടെൻറ്റ്, അത് 2-3 പേർ കിടക്കാൻ ഒരു ടെൻറ്റുണ്ട്. അപ്പുറം 2 ഹട്ടുകളുണ്ട്. അവിടെ ഒപ്പം തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. വളരെ മനോഹരമായ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. അതായത് നല്ല തണുപ്പ്, എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥ, ഏത് വെയിലത്തും തണുത്ത കാലാവസ്ഥ. മാത്രമല്ല ഇവിടെ പലപ്പോഴും ഇവിടെ വന്യജീവികളെയൊക്കെ കാണാവുന്ന, നേരത്തെ ഇവിടെ ഈ വാറ്റിൽ മരങ്ങളായിരുന്ന സമയത്ത് ഇവിടെ വന്യജീവികളൊന്നും ഇല്ലായിരുന്നതാണ്. ഇപ്പോൾ കാട്ടുപോത്ത്, മ്ലാവ്, മാനുകൾ, വിവിധതരം പക്ഷികൾ എല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. എന്തായാലും ഈ സ്വാഭാവിക വനങ്ങളുടെ പുനഃസൃഷ്ടി എന്ന പദ്ധതിയാണ് ഇപ്പോൾ ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും UNDPയുടെ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡ്, പുൽമേടുകളാണ്. പണ്ടിവിടെ എല്ലാം പുൽമേടുകളായിരുന്നു. അന്ന് വിദേശ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഇവിടെ യൂക്കാലിയും വാറ്റിൻ മരങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നു. നമുക്കറിയാം എനിക്ക് ആ സൈഡ് അവിടെ ഈ ഗ്രാസ് ലാൻഡ് പുനഃസൃഷ്ടിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പുറം തന്നെ വാറ്റിൽ മരങ്ങളും തൊട്ടപ്പുറം തന്നെ യൂക്കാലി മരങ്ങളും നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതായത് ഈ എങ്ങനെയാണോ ഈ സ്വാഭാവിക വനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് യൂക്കാലി മരങ്ങൾ വളർന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വാറ്റിൽ മരങ്ങളും അതുപോലൊപ്പം തന്നെ ഈ പാഴ്മരങ്ങൾ എങ്ങനെ അധിനിവേശ സസ്യങ്ങൾ എങ്ങനെ കൃഷി ചെയ്തു, അതോടൊപ്പം തന്നെ ഈ സ്വാഭാവിക വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് ഈ വശത്ത് കാണുന്ന ആ പ്രദേശം. അപ്പോൾ അത് ആ പ്രദേശം നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പോൾ അവിടെയെല്ലാം മറ്റ് ഈ ഏകവിളത്തോട്ടമല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഗ്രാസ് ലാൻഡ് വളർന്നുകൂടി
ഈ ചെറുജീവികളും സൂക്ഷ്മജീവികളും എല്ലാം തന്നെ എത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുന്നത്. എന്തായാലും ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഏതുതരം ധനസഹായത്തിൻ്റെ പേരിലാണ് സ്വാഭാവിക വനങ്ങളുടെ ആവാസവ്യവസ്ഥ പുനഃസൃഷ്ടിക്കപ്പെടുന്നതോടൊപ്പം ഈ വന്യജീവികളുടെ ആക്രമണം, നാട്ടിലേക്ക് ഇറങ്ങിയുള്ള വന്യജീവികളുടെ ആക്രമണം ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നാണ് ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുന്നത്. എന്തായാലും അത്തരം ഒരു മാതൃകാപരമായ ഒരു പ്രവൃത്തി മറ്റു വനങ്ങളിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 60,000-ഓളം ഹെക്ടർ പ്രദേശത്ത് ഈ അധിനിവേശ സസ്യങ്ങൾ വനം വകുപ്പ് സ്വാഭാവിക വനങ്ങൾ വെട്ടി നശിപ്പിച്ച് കൃഷി ഇറക്കിയിട്ടുണ്ട്. അത്തരം പ്രദേശങ്ങളെ ഒഴിവാക്കി ആ പ്രദേശങ്ങളിലെ യൂക്കാലി മരങ്ങളൊക്കെ പിഴുതുമാറ്റിയതിന് ശേഷം സ്വാഭാവിക വനങ്ങളും പുനഃസൃഷ്ടിക്കപ്പെട്ടാൽ ഇന്നുള്ള വന്യജീവി ശല്യത്തിന് നല്ല ഒരളവോളം പരിഹാരമാകും. ഈ പഴത്തോട്ടത്തെ ഇവിടുത്തെ ഈ പദ്ധതിയിൽ സ്വാഭാവിക വനങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഹട്ടുകളാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ ഈ പുല്ലിൻ്റെ അടുത്ത് ഇറങ്ങി സൂക്ഷിച്ചില്ലെങ്കിൽ അട്ടകൾ കടിക്കും. അപ്പോൾ ഞാനിപ്പോൾ സാനിറ്റൈസർ കരുതിയിട്ടുണ്ട്. എന്തായാലും എന്ത് സാനിറ്റൈസർ ഉണ്ടെങ്കിലും ഇവിടെ ഈ അട്ടകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ മറ്റ് ജീവികൾ ഉണ്ട് എന്നതിന് തെളിവാണ്. കാരണം ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് വരാൻ വനം വകുപ്പിനെ സമീപിച്ചാൽ അവിടുന്ന് പാസ് ലഭിക്കും. എന്തായാലും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം ദൂരമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വന്ന് എത്തിച്ചേരുക ഇതാണ്. അപ്പോൾ വനം വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴി ഈ പ്രദേശത്തെ പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒന്ന് താമസിക്കാൻ ചെറിയ ഗ്രൂപ്പുകൾക്ക് മാത്രമേ ഇവിടെ ഒന്ന് ഒരു താമസ സൗകര്യമുള്ളൂ. ഓക്കെ. ഇത് യൂക്കാലി മരങ്ങളുടെ കൊമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹട്ടാണ്. ഇതിൻ്റെ അകമൊന്ന് കണ്ടു നോക്കാതുണ്ടോ? അകം ഇതുപോലെ തന്നെ യൂക്കാലി മരങ്ങളുടെ കമ്പ് ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹട്ടാണ്. 2 പേർക്ക് താമസിക്കാവുന്ന ഒരു കോട്ടേജ്. ഇവിടെ സൗരോർജ്ജ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള വെളിച്ചമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട്, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. മൊത്തം മരമാണ്. ഈ മേച്ചൽ ഷീറ്റ് മാത്രം, അതുപോലെ ഇരുമ്പ്, അലൂമിനിയം ഒക്കെ ഉള്ള ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമാണ്. ഇവിടെ വന്നെത്തപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ. അതായത് മൊത്തത്തിൽ ഒരു ഷീറ്റുകളിങ്ങനെ കമത്തി വെച്ച പോലൊരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോട്ടേജ്. എന്തായാലും നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. വളരെ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ പുറത്ത് ഭയങ്കര ചൂടൊക്കെ ആണെങ്കിലും ഈ അകത്ത് അങ്ങ് കയറി കഴിഞ്ഞിട്ട് ഈ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഒരു തെർമോ കോളിൻ്റെ അകത്ത് നിർമ്മിച്ച ഒരു പ്രതീതിയാണ്. അതായത് വലിയ ചൂടോ വലിയ തണുപ്പും ഇല്ല. പക്ഷേ ഇത് പുറത്തേക്ക് കതക് അങ്ങ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ശക്തമായ കാറ്റ്, തണുത്ത കാറ്റുണ്ടാവും. അതാണ് ഈ കോട്ടേജിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഒരു ടൈപ്പ് കോട്ടേജ്, ഇതുപോലുള്ളൊരു 2 ടൈപ്പ് കോട്ടേജും അതോടൊപ്പം തന്നെ ഒരു ഷെൽട്ടറുമാണ് ഇവിടെ ഉള്ളത്. ഇത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി തയ്യാറാക്കി വനം വകുപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബുക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട് കേരള വനം വകുപ്പിൻ്റെ സൈറ്റ് വഴി ഇതിൻ്റെ ബുക്കിംഗ് നടക്കുന്നതാണ്. എന്തായാലും ഇവിടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഇവർ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. അതിലൊരു ഘട്ടിൻ്റെ ഉൾവശമാണ് ഞാൻ കാണുന്നത്. ആനമുടിച്ചോലയുടെ ഭാഗമായ ഈ പഴത്തോട്ടം ഈ സ്വാഭാവിക വനങ്ങളുടെ തിരിച്ചുകൊണ്ടുവരൽ പദ്ധതി, ആ പ്രദേശം അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിനി തിരിച്ചു പോകുന്ന, നമ്മളിന്ന് താമസിക്കുന്ന പ്രദേശം, അതായത് അത് പാമ്പാടിൻചോല നാഷണൽ പാർക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വനം വകുപ്പിൻ്റെ
ഒരു പഠനശാലയുണ്ട്, പ്രകൃതി പഠന കേന്ദ്രം. അവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ മാധ്യമപ്രവർത്തകർക്കായിട്ടുള്ള പഠന ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ കൂടി പങ്കെടുത്തതിന് ശേഷം പിറ്റേ ദിവസം, അതായത് ഒരു ദിവസം കൂടി അവിടെ 2 ദിവസത്തെ ക്യാമ്പാണ്, ഒരു ദിവസം കൂടി അവിടെ വിവിധ വിഷയങ്ങളിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ട്. ആ ക്ലാസ്സുകൾക്ക് ശേഷമായിരിക്കും മടങ്ങുക. പാമ്പാടുംചോലയും ആനമുടിച്ചോലയിലും നിന്നുള്ള കാഴ്ചകളാണ് മുഖ്യമായും നമ്മൾ ഈ സന്ദർശനത്തിലൂടെ, ഈ യാത്രയിലൂടെ നമ്മൾ പകർത്താൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇപ്പോൾ നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു. തിരികെ ഇവിടെ എത്തിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കേശി വെച്ച് പിടിപ്പിക്കുന്ന തെറ്റാണ്. ആ വച്ച് പിടിപ്പിച്ചൊരു സ്ഥലത്തിന് തിരിച്ച് സ്വാഭാവിക പുൽമേടാക്കിയതാണ് നിങ്ങൾ കണ്ട ആ 50 ഏക്കർ സ്ഥലം തിരിച്ച് പുൽമേടാക്കി. അവിടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ മാട്ടുപ്പെട്ടിയിലുള്ള ആനക്കൂട്ടം അവിടെ എന്ന് പറഞ്ഞാൽ വനംവകുപ്പ് വിജയിച്ചു. നമ്മൾ ഉദ്ദേശിച്ചത് പുനഃസ്ഥാപനം വഴി ജീവികളെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തിൽ നമ്മൾ വിജയിച്ചു. അവിടെ നമുക്ക് കാട്ടുപോത്തുകളുണ്ട്, അവിടെ സ്ഥിരമായിട്ട് വരുന്ന മ്ലാവുകളുണ്ട്. ആനയെ തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിലേക്ക് വന്യജീവികളെ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ആ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഏറ്റവും അല്ലെങ്കിൽ ജനപക്ഷം. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ശരിയാണ്, അങ്ങനെ പാടുന്നതാണ്. പക്ഷെ അതിനൊരു മറുവശം, ഞാനിത് തീർച്ചയായിട്ടും ഇതിന് അക്കാഡമിക ചർച്ചകൾ മാത്രമാണ്. അത് നമ്മളൊരു താർക്കിക യുക്തി കൊണ്ട് എന്താ പറയുക പല പ്രശ്നങ്ങളും തീരുന്നില്ല. പലപ്പോഴും നാരായണഗുരു പറഞ്ഞ പോലെ അറിയിപ്പാനും വേണ്ടിയാണ് നമ്മൾ കൂടിയിരിക്കുന്നത്, അല്ലാതെ വാദിച്ച് ജയിക്കാൻ വേണ്ടിയൊന്നുമല്ല. അപ്പോൾ ഈ വനപക്ഷം എന്ന് പറഞ്ഞപ്പോൾ, ജനപക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് അതിന് മറുപുറത്തപ്പോൾ ഏതൊരു പക്ഷമുണ്ട്. അതിപ്പോ വനപക്ഷം അല്ലെങ്കിൽ മൃഗപക്ഷം എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നിന്റെ മറുപുറമായിട്ട് മറ്റൊന്ന് പറയുന്നത്. ഇത് പണ്ട് കവികൾ പറയും. ഇപ്പൊ ONV ഒരു കവിതയിൽ അദ്ദേഹം പറഞ്ഞത്, കൊന്നും തിന്നും വാഴുക പുലികളായി നരികളായി മറ്റൊരാകുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു എന്നാണ്. അതായത് ഈ പറയുന്ന ഒരു വിച്ഛേദം കാണുന്നുണ്ട്. ഒന്നിനെ മറ്റൊന്നിന്റെ മറുപുറമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വനം ഒരു സൈഡിലും പക്ഷെ ജനം വേറൊരു സൈഡിലുമായി പോകുന്ന ഒരു നരേറ്റീവ്, ഒരു ആഖ്യാന രീതി, അതിനെ കുറിച്ചാണ് അദ്ദേഹം വന്നത്. അത് ശരിയാണ്. ഇന്നത്തെ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു ആഖ്യാന രീതിയിൽ നമ്മൾ ചില പക്ഷം പിടിക്കേണ്ടി വരുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. അപ്പൊ അതിന്റെ എനിക്ക് തോന്നുന്നു ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാൻ നോക്കാം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ആഖ്യാനത്തിൽ നമ്മൾ എങ്ങനെയാണ് എത്തിയത്. അതായത് വനം ഒരു പക്ഷത്തും മൃഗം ഒരു പക്ഷത്തും അല്ലെങ്കിൽ മനുഷ്യർ വേറൊരു പക്ഷത്തും നിൽക്കേണ്ടി വന്ന ഒരു രീതി നമ്മൾ എത്തിച്ചേർക്കും. സമയക്കുറവുള്ളതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ആഖ്യാനമല്ല, ഞാൻ കുറച്ച് രേഖീയമായിട്ടുള്ള ഒരു രീതിയിൽ പോവുകയാണ്. അത് ഒരു പക്ഷേ ഇതിനെ നമ്മൾ എന്താ പറയാ, ഞാനിങ്ങനെ പറയുന്നത് പാരിസ്ഥിതിക ചരിത്രം. ഇപ്പൊ പാമ്പാട് ഷോളയിൽ നമ്മൾ വന്നിരുന്നത് കൊണ്ട് നമ്മൾ കേരളത്തിലെ പരിസ്ഥിതിയെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. പാരിസ്ഥിതിക ചരിത്രം എന്ന് വിളിക്കുന്നത് സാമൂഹിക ചരിത്രം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ചരിത്രത്തിൽ
രാവിലെ വനംവകുപ്പിലെ ചില വാച്ചർമാർ നമ്മുടെ താമസിക്കുന്ന ഡോർമെട്രിക്ക് സമീപം മുട്ടി വിളിച്ചു. പുറത്ത് കാട്ടുപോത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ശബ്ദമില്ലാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ 1-2 പേരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ തൊട്ട് സമീപം 2, 3, 4 കാട്ടുപോത്തുകളുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ക്യാമറയിൽ അത് അത്രമാത്രം ഭംഗിയായി പകർത്താൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ അനക്കം പുറത്ത് കോട്ടയിൽ നിന്ന് ആളുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ എന്തൊരു ഭീതി മണത്തിട്ടെന്നോണം അവ ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും ഈ വെളിച്ചം വളരെ കുറവാണെങ്കിലും അത് പകർത്താനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാട്ടുപോത്തുകളിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ പ്രദേശത്തു നിന്നും ഈ പഠനശാലയുടെ കോമ്പൗണ്ട് വിട്ട് റോഡിലേക്ക്, തൊട്ട് ചേർന്ന റോഡാണ്, ആ റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം അടുത്ത പുൽമേടിലേക്ക്, തൊട്ടടുത്തുള്ള മറുകരയിലുള്ള പുൽമേടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും ആ പുൽമേട്ടിൽ ഇറങ്ങിയപ്പോൾ കുറേ കൂടി വെളിച്ചം വീണു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി കാണാൻ കഴിയുന്ന രീതിയിൽ, അതായത് കാട്ടുപോത്തിൻ്റെ ദൃശ്യം കുറേ കൂടി ക്യാമറ കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്ന രീതിയിൽ വെളിച്ചം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഒരു പ്രഭാതത്തിന് തന്നെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ മേഘങ്ങളെല്ലാം വന്ന് ഇങ്ങനെ കൂമ്പാരമായി കൂടി വെളുത്ത മേഘങ്ങൾ, അത് കാണാൻ നല്ല കാഴ്ചയാണ്. അതിന് ഈ മേഘങ്ങളൊക്കെ നിൽക്കുന്ന മലയുടെ താഴ്വാരത്ത് വലിയ ഇടതൂർന്ന ഒരു വനമുണ്ട്. ആ വനത്തിന് താഴ്ഭാഗത്തായിട്ട് ചെറിയ അരുവികളും ചെറിയ നീർത്തടങ്ങളും ഒക്കെയുണ്ട്. ആ നീർത്തടങ്ങളോട് ചേർന്നാണ് ഇപ്പോൾ കാട്ടുപോത്തുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറേ അധികം കാട്ടുപോത്തുകളുണ്ട്. ഇപ്പോൾ ആളുകളെ കണ്ടിട്ടും വാഹനങ്ങൾ റോഡിലൂടെ പോയിട്ടൊന്നും വലിയ ഭയപ്പാടൊന്നും ഇതിനില്ല. എപ്പോഴും തന്നെ വാഹനങ്ങളും ആളുകളെയും കാണുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ കാട്ടുപോത്തുകളുടെ കാഴ്ചകൾ ഇനിയും കണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത 8 മണി മുതൽ ആരംഭിക്കുന്ന വനം വകുപ്പിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, മാധ്യമപ്രവർത്തകർക്കായുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കാഴ്ചകൾക്ക് തൽക്കാലം വിരാമമിട്ടു. അത് മാത്രമല്ല, കാട്ടുപോത്തുകൾ ഉൾവലിഞ്ഞ് അല്പം ഉൾവലിഞ്ഞ് ഓരോന്നോരോന്നായി ഇടതൂർന്ന വനത്തിലേക്ക് കയറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി വിശേഷങ്ങൾ അടുത്ത സെക്ഷൻ ക്ലാസ്സുകൾക്ക് ശേഷം പങ്കുവയ്ക്കും. അവസാനമായി കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ട് ഏറെ ആസ്വദിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കാഴ്ചകളിലേക്കെല്ലാം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു പ്രത്യേക കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ്. 1982 വരെ പുൽമേടുകളായും ഇടതൂർന്ന വനങ്ങളായും വൻമരങ്ങൾ, സ്വാഭാവിക മരങ്ങൾ കിളിർത്തു നിന്ന പ്രദേശം. വിദേശ പണം വാങ്ങി അധിനിവേശ സസ്യങ്ങൾ കൃഷിയിറക്കിയതോടുകൂടി അങ്ങനെ ഈ പ്രദേശമാകെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഇടതൂർന്ന മരങ്ങൾ
വെട്ടി നശിപ്പിച്ച് കൃഷി ഇറക്കി വനം വകുപ്പ് യൂക്കാലിയും വാറ്റിലും തേക്കും അക്കേഷ്യയുമെല്ലാം. നമ്മുടെ വനമേഖലകളിൽ അധിനിവേശ സസ്യങ്ങൾ വളർന്ന് പന്തലിച്ചതോടെ വന്യമൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആനയും മാനും കാട്ടുപോത്തും അടക്കമുള്ള ജീവികൾ കാട് വിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തി തമ്പടിച്ചു. അങ്ങനെ ആനയും മാവും മാനുമെല്ലാം വന്നതോടുകൂടി ഇവയെ ഭക്ഷണമാക്കി ജീവിച്ചിരുന്ന, ഇവയെ വേട്ടയാടി ജീവിച്ചിരുന്ന കടുവയും ചെന്നായും എല്ലാം കരടിയുമെല്ലാം നാട്ടിലിറങ്ങി വേട്ടയാടാൻ ആരംഭിച്ചു. വേട്ടയാടാൻ വന്യമൃഗങ്ങളെ മാത്രമല്ല വന്യജീവികൾ ആക്രമിക്കാൻ തുടങ്ങിയത്, നാട്ടിലെ മനുഷ്യരെയും മനുഷ്യർ വളർത്തിക്കൊണ്ടിരുന്ന വളർത്തുമൃഗങ്ങളെയുമെല്ലാം കാട്ടിൽ നിന്നെത്തിയ ഹിംസ്രജീവികൾ വേട്ടയാടാൻ ആരംഭിച്ചു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മലയോര മേഖലയിൽ വന്യജീവി ശല്യം വളരെയധികം രൂക്ഷമാകുന്നത്. ആദ്യം മലയോര മേഖലകളിൽ അനുഭവപ്പെട്ടിരുന്ന വന്യജീവി ശല്യം പിന്നീട് പട്ടണങ്ങളിലും വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ വനം വകുപ്പ് മനസ്സിലാക്കുന്നു വന്യജീവി ശല്യത്തിന് കാരണം സ്വാഭാവിക വനങ്ങളുടെ നാശമാണ്. എന്നാലും കാടുകളിൽ അവർ വച്ചുപിടിപ്പിച്ച യൂക്കാലിയും ഗ്രാൻഡിസും വാറ്റിലുമൊന്നും പിഴുതെറിയാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല. വന്യജീവി ശല്യത്തിന് കാരണം വനശോഷണം എന്ന് വനം വകുപ്പ് പറയുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന വനത്തിൻ്റെ വിസ്തൃതിയിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? 1950 സംസ്ഥാന വിസ്തൃതിയുടെ 28% വനമായിരുന്നത് 2024 ഒക്കെ ആകുമ്പോൾ 30% വനവിസ്തൃതി കൂടി. മാത്രമല്ല വനസമാനമായ പ്രദേശത്തിൻ്റെ അളവും കേരള സംസ്ഥാനത്ത് കൂടുകയാണുണ്ട്. അപ്പോഴും വനം വകുപ്പ് പറയുന്നു കേരളത്തിൽ വനശോഷണമുണ്ട്, വനശോഷണമാണ് യഥാർത്ഥത്തിൽ വന്യജീവി ശല്യത്തിന് കാരണം എന്ന്. വനശോഷണമാണ് വന്യജീവി ശല്യത്തിന് കാരണമെന്ന് വനം വകുപ്പ് പറയുമ്പോഴും വനം വകുപ്പ് നശിപ്പിച്ച വനത്തിൻ്റെ കണക്ക് കൂടി വനം വകുപ്പിൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. അതും വനശോഷണത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിലും നാഷണൽ പാർക്കുകളിലും മാത്രം 27,000 ഹെക്ടറിലധികം പ്രദേശത്ത് അധിനിവേശ സസ്യങ്ങൾ വിദേശ പണം വാങ്ങി വച്ചുപിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. പ്രത്യേക സംരക്ഷണ മേഖലയ്ക്ക് പുറമെ ഏകദേശം ഇതിൻ്റെ ഒരു 10-20 മടങ്ങ് പ്രദേശത്തെങ്കിലും യൂക്കാലിയും ഗ്രാൻഡിസും വനം വകുപ്പ് സാമൂഹ്യ വനബലക്കരണത്തിൻ്റെ പേരിൽ 1982 മുതൽ കാലഘട്ടങ്ങളിൽ വച്ചുപിടിപ്പിക്കുകയും ഇത്തരം അധിനിവേശ സസ്യങ്ങൾ വളരുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് വനശോഷണത്തിന് ഉത്തരവാദികൾ? നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിച്ചത് ആരാണ്? നമ്മുടെ വന്യജീവികളെ നാട്ടിലേക്ക് ഇറക്കിവിട്ട് മനുഷ്യരെ കൊന്നവർ ആരാണ്? വനം കയ്യേറിയവർ വനം വകുപ്പ് തന്നെയാണെന്നാണ് നമുക്ക് ഒടുവിൽ ഈ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വനം വകുപ്പാണ് വനം വെട്ടിത്തെളിച്ച് അധിനിവേശ സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചത്. അധിനിവേശ സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചതോടുകൂടി വന്യജീവികൾക്ക് തീറ്റയും വെള്ളവുമില്ലാതായി. പരിസ്ഥിതി സന്തുലിതാവസ്ഥ തന്നെ തകർന്നു. ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ ആണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യ വന്യജീവി സംഘർഷം മലയോര മേഖലയിൽ ഉടലെടുത്തത്. ഇപ്പോൾ മലയോര മേഖല വിട്ട് വന്യജീവികൾ നാട്ടിലിറങ്ങി പട്ടണങ്ങളിലും ഇറങ്ങി ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി യഥാർത്ഥത്തിൽ വനം വകുപ്പാണ്. ഈ വനം വകുപ്പ് ഈ തെറ്റ് എന്ന് തിരുത്തുന്നു. യൂക്കാലിയും ഗ്രാൻഡിസും വെച്ചുപിടിപ്പിച്ച പ്രദേശത്ത് അവയെല്ലാം പിഴുതു മാറ്റി സ്വാഭാവിക വനങ്ങൾ അവിടെ ഉടലെടുത്തില്ലെങ്കിൽ വന്യജീവി ശല്യം നാളുകളിൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മലയോര മേഖലയും പട്ടണങ്ങളിലും എല്ലാം എത്തും എന്നതിന് തർക്കമില്ല. നാളെ കേരളത്തിൻ്റെ പരിസ്ഥിതി നിലനിൽക്കണമെന്ന് സംസ്ഥാന വനം വകുപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വനമേഖലയിലും അതുപോലെ തന്നെ സ്വകാര്യ ഭൂമിയിലും വെച്ചുപിടിപ്പിച്ച അധിനിവേശ സസ്യങ്ങൾ മനുഷ്യ വന്യജീവി ശല്യത്തിന് കാരണമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവയെല്ലാം പിഴുതുമാറ്റിയാൽ, അവയെല്ലാം നശിപ്പിച്ചാൽ, അവിടെയെല്ലാം സ്വാഭാവികമായ നമ്മുടെ തനത് വൃക്ഷങ്ങൾ വളർന്നാൽ, തനത് വനമേഖല വികസിച്ചാൽ ഈ നാട്ടിലിറങ്ങിയ വന്യജീവികളെല്ലാം തന്നെ കാട്ടിലേക്ക് മടങ്ങും. തീർച്ചയാണ്. ശുഭപ്രതീക്ഷയോടെ മറ്റൊരു ഏടുമായി വീണ്ടും കാണാം.